Hello, good morning. Good morning, ma'am. Morning. Huh? Yes, ready-ആണോ? എല്ലാവരും എത്തിയോ? നമുക്ക് Ma'am, sound കുറവാ. ക്ലിയർ ഇല്ല മിസ്സേ. ഹലോ 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 ഫാൻ ഒന്ന് സൗണ്ട് കുറച്ച് നോക്കാം. ഫാൻക്ക് ഭയങ്കര സൗണ്ട്. ശരിയാണോ? കേൾക്കണ്ടോ? ഹലോ ഹലോ ഓക്കെ. അതെ, നമുക്ക് കുറച്ച് ടീച്ചറുടെ ടീച്ചറുടെ ക്ലാസ്സാണ് അല്ലേ? ആണോ? അതെ, ടീച്ചറുടെ ക്ലാസ്സാണ്. ടീച്ചർ ലീവാണ്. 2 ദിവസമായി ടീച്ചറിന്റെ മദറിനോ മരിച്ചു. അതിന്റെ ഇന്നലെ രാത്രിയാണ് കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇന്നലെ അപ്പൊ അതിൻ്റെതായ ചില കുറച്ച് ദിവസങ്ങൾ ലീവായിരിക്കും. അപ്പൊ ഇപ്പൊ ഇന്ന് ടീച്ചറുടെ കൂടി കുട്ടി ഞാൻ ഒരു 2.5 hours കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ അതെങ്കിലും ഫുള്ളും ഞാൻ തന്നെയാണ്. ബാക്കി 2 മണിക്കൂർ എടുക്കില്ല. വാറായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ്ടേ നമ്മള്. അതുകൊണ്ട് അപ്പോൾ 1.5 hours അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങിക്കും. ഓക്കെ, അവര് ക്ലാസ്സിന്റെ കുറച്ച് ഭാഗം കൂടി ചേർത്ത് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ടോ? അതെന്താ അങ്ങനെ? ആരെങ്കിലും സൗണ്ട് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിലും സൗണ്ട് ഓഫ് ചെയ്തോ? ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തതുണ്ടോ നോക്കിയേ. മ്യൂട്ട് ആക്കാത്തതോ നോക്കിയേ. സൗണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ കൺഫ്യൂസ് ചെയ്യാലോ. ഇപ്പോഴോ ശരിയായോ? ഓഫ് നോക്കണോ? ശരിയായോ? ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആയോ? ചിലപ്പോ പക്ക സംസാരിച്ചതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക്. ഞാനേ തുടങ്ങിയില്ലല്ലോ, ക്ലാസ് തുടങ്ങിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്തിരി പതുക്കെ സംസാരിച്ചതുകൊണ്ടായിരിക്കാം. എന്റെ സൗണ്ട് സിസ്റ്റം ഫുള്ളായിട്ട് അതുകൊണ്ടായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നലെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്തൊക്കെയാ എവിടെ പഠിക്കാനെടുത്തത്? സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പുതിയതായിട്ട് തുടങ്ങി. സെലക്ഷൻ പേജ് നമ്പർ ഇവിടെ കാണാമല്ലോ. ആ പേജ് തന്നെയാണോ എനിക്കറിയില്ല. ഇവിടെ ഒരു പേജ് നമ്പർ കാണിക്കുന്നുണ്ട് നമ്മുടെ സ്ക്രീനില്. ഓക്കെ, സോ സെലക്ഷൻ ഓൾറെഡി സ്റ്റാർട്ടഡ് എ ടോപ്പിക്. ഒരു പുതിയ ടോപ്പിക് നമ്മളുടെ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതാണ് അല്ലെ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിലും ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിൽ പ്രത്യേകിച്ചും ഹ്യൂമൻ റിസോഴ്സ് ഹാവ് ടു ബി മാനേജ്. അപ്പൊ സോ ഇപ്പോഴും ക്ലിയർ ആവണില്ല. ക്ലിയർ ആവണില്ലെങ്കിൽ ഞാൻ ആളെ വിളിക്കാം, ടെക്നിക്കൽ ആൾക്കാരെ വിളിച്ച് ശരിയാക്കിക്കാം.
നിങ്ങളൊന്ന് ഇടയ്ക്കോ ഒന്ന് നിൽക്കട്ടെ, ഞാൻ നാളെ വിളിക്കട്ടെ കേട്ടോ. ബ്രേക്ക് വന്നത്. ഓക്കെ, സോറി. ഓക്കെ. ഹലോ, ക്ലിയർ ആണ്? ഹലോ, ഹലോ, കേൾക്കണ്ടോ? ക്ലിയർ ആയിട്ട് ഇപ്പൊ ഓക്കെ ആണോ? യെസ്, ഓക്കെ. യെസ്, ഓക്കെ. സോ സെലക്ഷൻ ഇന്നലെ നമ്മള് സ്റ്റാർട്ട് ചെയ്തൊരു ടോപ്പിക്കാണ്. എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് അക്വയറിംഗ് ടാലന്റ്, അല്ലെ? ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവരെ കുറിച്ചുള്ള റെലവന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ കളക്ട് ചെയ്യുക. അതായത് ഒരുപാട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഒരുപാട് എന്ത് വരും, ആപ്ലിക്കേഷൻസ് വരും, അല്ലെ? വേക്കൻസി ആളുകൾ അറിയുമ്പോൾ ഓർഗനൈസേഷനിൽ വേക്കൻസി ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മുടെ വേക്കൻസിയുടെ എണ്ണത്തിന് ഈക്വലന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളതോ ഒന്നും ആയിരിക്കില്ല. ഒരു 10 വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു 10,000 ചിലപ്പോൾ 2,000 3,000 ഒക്കെ ആപ്ലിക്കേഷൻസ് ആ വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും ആളുകൾ, കാൻഡിഡേറ്റ്സ്. സോ അതിൽ നിന്ന് വി ഹാവ് ടു സെലക്ട് ദ മോസ്റ്റ് സ്കിൽഡ് പേഴ്സൺ, ട്രെയിൻഡ് പേഴ്സൺ, ക്വാളിഫൈഡ് പേഴ്സൺ, അല്ലെ? അതിൽ നിന്ന് നല്ല സ്കില്ലുള്ള, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ, നമ്മളുടെ ആ ഒരു ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആർക്കാണോ ഉള്ളത് അവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ വി ഹാവ് ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും അവരിൽ നിന്ന് കളക്ട് ചെയ്യണം. ആ കളക്ട് ചെയ്യുന്ന അത് ആ ഒരു പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നോക്കി മനസ്സിലാക്കി എന്നിട്ടാണ് നമ്മൾ സെലക്ഷൻസ് നടത്തുക. സോ സെലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, അത് എന്താ പറയാ, ചൂസിങ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ദ ജോബ്. ആ ജോബിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ ആപ്ലിക്കന്റ് അല്ലെങ്കിൽ കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുകയും ആൻഡ് ദ റെസ്റ്റ് ബാക്കിയുള്ളവരെ പ്രിവെന്റ് ചെയ്തു, റിജക്ട് ചെയ്തു. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതാകാം, ഇത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ആ എക്സ്പീരിയൻസ് ഇല്ലാത്തവരോ അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ആഡക്വേറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തതോ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നോക്കി അതൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ റിജക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ സെലക്ട് ചെയ്യാം. അപ്പൊ ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് ചൂസിങ് ആണ്. ഒരുപാട് എണ്ണത്തിൽ നിന്ന് കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ സെലക്ഷൻ പ്ലാനിങ് വെൻ ഇഫ് ദേ ആർ ഡിസൈഡിങ്, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ, സെലക്ഷൻ പോളിസീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ടു ഗീവ് ഡ്യൂ കൺസിഡറേഷൻ ടു ഓർഗനൈസേഷണൽ നീഡ്സ്. അപ്പൊ എന്ത് ചെയ്യണം, ഓർഗനൈസേഷന്റെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ടാണ് സെലക്ഷൻ നടത്തേണ്ടത്, അല്ലെ? അപ്പൊ ഒരുപാട് കാൻഡിഡേറ്റ്സ് പല പല ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഒക്കെ ചിലപ്പോ എന്ത് ചെയ്യും, ജോലിയൊന്നും ഇല്ല. അപ്പൊ ഈ പറയുന്ന ജോലിക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചില കോൺഫിഡൻസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും, ഇതുപോലെ എന്താ പറയാ, വേക്കൻസി കാണുമ്പോൾ അപ്ലൈ ചെയ്യും, അല്ലെ? എല്ലാത്തിനും ഈ പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ തന്നെ വേണമെന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലതിന് ചില എന്താ പറയാ സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം, ചിലതിന് മതി 10th പാസ്ഡ് 12th പാസ്ഡ് എന്നൊക്കെ പറയും. 12th ആണ്, അല്ലെ? അപ്പൊ ഇങ്ങനെ പാസ്ഡ് എന്ന് പറഞ്ഞാൽ എനി ഡിഗ്രി എന്ന് പറയാം, ഏത്
എന്ത് വേണമെങ്കിലും ആകാം, കൊമേഴ്സ് ബേസ്ഡ് ആകാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി, അപ്പൊ ഏതെങ്കിലും ഡിഗ്രി മതി, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ അതിൽ നിന്ന് അവർക്ക് സെലക്ഷൻസ് നടത്തണം. അപ്പൊ നമ്മൾക്ക് ഇവിടെ വേക്കൻസി, ആ വേക്കൻസിയുടെ റിക്വയർമെന്റ്, അതിന്റെ ആവശ്യകത അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് സെലക്ഷൻസ് നടത്താനായിട്ട്. അപ്പൊ സെലക്ഷൻ പോളിസിയിൽ ആ കാര്യം അവർ എന്ത് ചെയ്യണം, നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഡു ഇറ്റ് വിത്ത് എ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ രീതിയിൽ. അതായത് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ കൃത്യത ടെക്നിക്കലായിട്ടും അതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും സെലക്ഷൻസ് നടത്തേണ്ടത്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പൊ ഇതെന്താണ്, നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്ന ചില സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്. അത് കേട്ടോ. എന്താണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സിന്റെ സ്റ്റെപ്സ് എന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. ഈ സെലക്ഷൻ നടത്തുന്നതിന് മുൻപ്, അപ്പൊ സെലക്ഷൻ പ്രൊസീജിയേഴ്സിനകത്ത് വരുന്ന സ്റ്റെപ്പുകളിൽ പ്രധാനമായിട്ടുള്ള സ്ക്രീനിങ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താ, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ, അതായത് ബേസിക് ആയിട്ടുള്ള ചെറിയ ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യും. അതിലുണ്ട് സ്ക്രീനിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ, പ്രാഥമികമായ ഇന്റർവ്യൂ, അല്ലെങ്കിൽ റിസപ്ഷനിൽ വരുന്ന ആളുകളെ അവരെ റിസീവ് ചെയ്ത് ആ ഒരു സമയത്ത് എന്തെങ്കിലും വരുന്നവരെ വേഗം തന്നെ ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെതായ രീതിയിലാണ്. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് ഗവൺമെന്റിന് ഒരു പ്രത്യേക രീതിയിലുള്ള എന്താ പറയാ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇല്ല, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചു. അപ്പൊ അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷനും ദേ ഹാവ് ദെയർ ഓൺ സെലക്ഷൻ പ്രൊസീജിയർ. പക്ഷെ ആ പ്രൊസീജിയർ എന്താണെന്ന് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓരോ ഓർഗനൈസേഷനും ഇവിടുത്തെ ഏതെങ്കിലും ഒരു വേക്കൻസി വരുമ്പോ അല്ലെങ്കിൽ വേക്കൻസീസ് വരുമ്പോ നമ്മളുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, നമ്മുടെ കാര്യം അത് നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാം. അതിനകത്ത് ഏത് രീതിയിലായിരിക്കണം, ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തണോ, അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ എന്താ പറയാ ഒരു പ്ലാൻ ചെയ്ത് വയ്ക്കുക. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രീനിങ്, അല്ലെങ്കിൽ പ്രിലിമിനറി ഇന്റർവ്യൂ, അല്ലെങ്കിൽ റിസപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം. അതെന്ന് പറയുന്നത് in order to obtain the backgrounds or the informations of the candidate or the applicant or also the life history. They have to fill some application form or a blank application form is given to the candidate. നമ്മുടെ ഇൻഫോർമേഷൻസ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ നടത്തുന്നു. അതിനുശേഷം അവരോട് രീതിയിൽ നിങ്ങൾ ഒരു ഫോം ഫിൽ ചെയ്ത് തരണം. നമ്മൾ അപ്പൊ ആ ഒരു ഫോം ചിലപ്പോ ഒരു ഫോം ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പോലെ ഒരു ഫോം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും, അത് അവർ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. അതർവൈസ് ഇറ്റ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, അവർ തന്നെ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുന്നു. ഇതില് നമ്മൾ ആ ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് എന്താണ്, ആ കാൻഡിഡേറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ലൈഫ് ഹിസ്റ്ററി എന്താണ്, അതൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഒക്കെ കൊണ്ട് ചെയ്യുന്നത്. ഇത് ഒക്കെ ഈ പറയുന്ന ഇന്റർവ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം, ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് അതിന്റെ ബേസിസിലാണ് സെലക്ടഡ് ആ ആപ്ലിക്കന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ആപ്ലിക്കന്റിന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, മനോഭാവം എന്താണ്, ജോലിയോടുള്ള താങ്കളുടെ മനോഭാവം, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ്. കാരണം ഇതൊക്കെ ഫിൽ ചെയ്യുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഈ ജോലി കിട്ടിയാൽ നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് എന്താണ് അതിന്റെ ലക്ഷ്യം, ഈ ജോലിയോടുള്ള ലക്ഷ്യം എന്താണ്, നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, കമ്പനിക്ക് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്റർവ്യൂവിൽ ഉണ്ടായിരിക്കും അല്ലെ. ഒരു ക്വസ്റ്റ്യൻ ആയത് തയ്യാറാക്കി അങ്ങനെ ഉണ്ടാക്കി ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. സോ ദാറ്റ് the interviewer or the organization can understand what is the attitude of the candidate. ആ കാൻഡിഡേറ്റിന്റെ ഓർഗനൈസേഷനോടുള്ള മനോഭാവം, അതുപോലെ തന്നെ ആ കിട്ടുന്ന ജോലിയോടുള്ള മനോഭാവം, അതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആൾക്ക് മാത്രമല്ല ആളുടെ ഫാമിലിക്ക് ഈ ഒരു ജോലി ആള് ചെയ്യുന്നതിൽ താല്പര്യമുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ. അപ്പൊ അത് പർട്ടിക്കുലർ ചില ബിസിനസ്സിലൊക്കെ അങ്ങനെ ചോദിക്കുന്നത്, ആ ജോലി വെദർ ഹി ഈസ് ഇൻട്രസ്റ്റഡ് ആൻഡ് ഹിസ് ഫാമിലി ഈസ് ഇൻട്രസ്റ്റഡ്.
മനസ്സിലായോ? ആള് ചെയ്യുന്നതും ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ ആളുടെ ഫാമിലിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അത്തരം ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഇത്തരം ആപ്ലിക്കേഷൻ ഫോംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോം ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോംസ് കാൻഡിഡേറ്റ്സിന് ഇഷ്യൂ ചെയ്യുന്നു. അവരത് ഫിൽ ചെയ്ത് കൊടുക്കുന്നു റിട്ടേൺ. മനസ്സിലായി? അങ്ങനെയാണ് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്ത് വെരിഫൈ ചെയ്ത് ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. ക്ലിയർ ആയോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഞാൻ പറയുന്ന ആ ഒരു ഭാഗം മാത്രം ചെയ്യാൻ വേണ്ടി ഇപ്പോഴെല്ലാം കൂടുതൽ എടുക്കട്ടെ. ഏതൊക്കെയാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ ഭാഗം അണ്ടർലൈൻ ചെയ്താലും അതിനകത്ത് അണ്ടർലൈൻ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, ഇനിയും സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്ന മറ്റൊരു പാരാമീറ്റർ, മറ്റൊരു കാര്യമാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. നമ്മുടെ എന്താ പറയാ ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള ഒരു പരിശോധന. അത് ചില എന്താ പറയാ ജോലിക്കൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഓൺ മ്യൂട്ട് കൊടുക്കാം. ഓക്കെ, മ്യൂട്ട് കൊടുത്താൽ ക്ലിയർ ആവാൻ നോക്കാം. യെസ്, ഡിസ്റ്റർബൻസ് പറയല്ലേ? ഓക്കെ, അപ്പൊ ഒരു ചില ജോലിക്കൊക്കെ സ്റ്റാമിന അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ ആരോഗ്യം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ് അല്ലെ. പോലീസ് എന്താ പറയാ പരീക്ഷകളൊക്കെ റിട്ടേൺ എക്സാം ഒക്കെ നടത്തിയാലും ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും നമ്മൾ കേൾക്കുന്നത് അല്ലെ. പോലീസിലൊക്കെ ജോലി കിട്ടാനായിട്ട് അവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അവരുടെ ആരോഗ്യം, അവര് എന്താ പറയാ ഹെൽത്തി ആണോ, എനർജറ്റിക് ആണോ അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ചില ഓർഗനൈസേഷനിലെ ജോലിക്ക് അതുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ്. മനസ്സിലായോ? എപ്പോഴും എന്താ പറയാ ഭയങ്കര വൈകാരികമുള്ള ആൾക്കാരെ ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലിക്കാർക്ക് എടുക്കില്ല. കാരണം എന്താ, ആൾക്ക് തീരെ വലിയ അപ്പൊ കാണുമ്പോ അപ്പിയറൻസിൽ തന്നെ ചിലപ്പോൾ ചില വൈകാരികളൊക്കെ അല്ലെ, ചില രോഗങ്ങളൊക്കെ നമ്മളുടെ എന്താ പറയാ അപ്പിയറൻസിൽ തന്നെ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ കാണുമല്ലോ ആൾക്ക് ഇത് ജോലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ള, അതത്ര എന്താ പറയാ ബാഡ് ഹെൽത്തിലാണ്, അപ്പൊ ഈ ഹെൽത്ത് ആണ്, ആൾക്ക് പറ്റുന്ന ജോലിയല്ല. സോ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. അതാണ് ആ ഫിസിക്കൽ എക്സാമിനേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ചില പരിശോധനയിലൂടെ ചിലർ അപ്പിയറൻസിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആ സ്റ്റെപ്പിൽ വരുന്നതാണ്. സെലക്ഷൻ പ്രൊസീജിയേഴ്സിനകത്ത് കൂടി. Next one, psychological testing. Psychological testing to inspect the area and also get objective look of the candidate's suitability for the job. അതായത് ഒരു ജോലിക്ക് ആളുടെ മാനസികമായ അവസ്ഥയും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സൈക്കോളജിക്കൽ ടെസ്റ്റും ചില ജോലിക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ മെന്റൽ സ്ട്രെസ്, നമ്മുടെ മെന്റൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസുകൾ, ഇറ്റ് മേ റിഫ്ലക്ട് ഇൻ അവർ ജോബ്. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ നമ്മുടെ ജോലിയുടെ പെർഫോമൻസിൽ റിഫ്ലക്ട് ചെയ്യും. സോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചില ജോലികൾക്ക് നമ്മൾ എന്താ പറയാ സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അത് എന്ന് പറയുന്നതും മറ്റുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്ന ഒരു കാര്യമാണ്. ആളുടെ കൃത്യമായിട്ട് ആളെ മനസ്സിലാക്കുക, ആളുടെ ഫിസിക്കൽ ടെസ്റ്റിനേക്കാൾ അതും അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നടത്തി ആൾക്ക് ജോബ് എത്രത്തോളം ആപ്റ്റ്നസ് ഉണ്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ജോലിക്ക്, അതുപോലെ തന്നെ എത്രത്തോളം സ്യൂട്ടബിൾ ആണ് ഇയാള് എന്നൊക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റും ചിലപ്പോഴൊക്കെ നടത്താറുണ്ട്. മനസ്സിലായോ? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗും മറ്റൊരു ഫാക്ടർ ആണ്. ഫിസിക്കൽ എക്സാമിനേഷൻ പോലെ തന്നെ മാനസികമായിട്ടുള്ള എന്താ പറയാ ഹെൽത്ത്, മാനസികമായിട്ടുള്ള ഹെൽത്തും ഏതൊരു ജോലിക്കും വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇപ്പൊ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നമ്മുടെ മൈൻഡ് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ്, നമുക്ക് ആ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് ഭയങ്കര വിഭ്രാന്തി എന്തൊക്കെയാണ് കാണിക്കാൻ പോണേ എന്നൊക്കെ. പിന്നെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈൻഡ് ഔട്ടായി പോകും. അപ്പൊ നമ്മൾ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ചെയ്യുന്നതോ ഒക്കെ ചിലപ്പോ ആ ഒരു ജോലിയെ ചിലപ്പോ എന്താ പറയാ അതിന്റെ പോസിറ്റീവായിട്ട് ഉള്ളതിനേക്കാൾ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സെലക്ഷൻസ് നടത്തുക. നെക്സ്റ്റ് വൺ റെഫറൻസ് ചെക്ക് ആണ്. എന്താണ് റെഫറൻസ് ചെക്ക്? റെഫറൻസ് ചെക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അവരുടെ ഡോക്യുമെന്റുകൾ, ടെസ്റ്റിമോണിയൽസ് ഒക്കെ, അതായത് എന്താ പറയാ ഡോക്യുമെന്റുകളൊക്കെ ചെക്ക് ചെയ്യുന്നു. കൂടാതെ എന്താ പറയാ ചില ടെസ്റ്റിമോണിയൽ സാക്ഷ്യപത്രങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയ ഏതെങ്കിലും ഡോക്യുമെന്റുകൾ അത് റെഫർ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇൻ സം കേസസ് ചില ഓർഗനൈസേഷനിൽ നിന്നൊക്കെ ജോലി വേണ്ടാന്ന് വെച്ച്
വേറൊരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തത് വന്നിട്ടാണെന്നില്ലായിരിക്കും. വേറൊരു സ്ഥലത്ത് ജോലി ഉണ്ടായി, അത് ക്വിറ്റ് ചെയ്തു, ഇടയ്ക്ക് വെച്ച് നിർത്തിയോ ഒക്കെ ഏതെങ്കിലും കാരണങ്ങളൊക്കെ ചിലപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് അതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു ജോലി വേറെ വന്നപ്പോ ഇതിനു വേണ്ടി അപേക്ഷിച്ചു. ആപ്ലിക്കേഷൻ അപ്പൊ കൊടുത്തപ്പോ എക്സ്പീരിയൻസിനകത്ത് ഇങ്ങനൊക്കെ ഇതുപോലെ നമ്മള് ഇന്ന ഇത്ര വർഷം ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു. എക്സ്പീരിയൻസിൽ നിന്ന് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹി ഹാസ് ഡൺ ഹിസ് ജോബ് സംവെയർ എൽസ്, അല്ലെ, വേറെ സ്ഥലത്തൊക്കെ ജോലി ചെയ്താണെന്ന് അപ്പൊ മനസ്സിലാവും. അപ്പൊ അവർ ചോദിക്കും, ഈ ഇന്റർവ്യൂവിലൊക്കെ ചോദിക്കും എന്താണ് അവിടെ ജോലി ചെയ്തിട്ട് എന്താ ഇത് സാലറി കേടില്ലാതെ, പിന്നെ വൈ ഡി യു ക്വിറ്റ്, ഐ ക്വിറ്റ്, അതെന്തുകൊണ്ട് അത് ഉപേക്ഷിച്ച് പോകുന്നു, ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ വന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ അത്തരം ആളുകളൊക്കെ വരുമ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ആളെ സംബന്ധിച്ച് ആള് അവിടെ ജോലി നിർത്താനുള്ള കാരണങ്ങൾ അന്വേഷിക്കലാണ്. നോക്കിയേ, മനസ്സിലായോ? അതായത് എന്തുകൊണ്ട് അവിടെ നിന്ന് നിർത്തിപ്പോന്നു, അവിടെയും അത്യാവശ്യം ഈ പറയുന്ന നമ്മൾ ഓപ്പറേറ്റ് സ്ഥലത്ത് തന്നെയാണ് ആളവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, പിന്നെ എന്തുകൊണ്ട് അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തു പോകുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആളെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ചോദിക്കും. ചിലപ്പോ ആൾ നേരത്തെ വർക്ക് ചെയ്തിരുന്ന അവിടുത്തെ എംപ്ലോയറോ അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ HR ഡിപ്പാർട്ട്മെന്റിലെ HR മാനേജറോ ഒക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, നമ്പർ വാങ്ങിച്ചു, അല്ലെങ്കിൽ അവർക്ക് മെയിൽ ചെയ്തോ ചോദിക്കും എന്തുകൊണ്ട് അവിടെ ഈ ആളുകളാണ് ജോലിക്കായിട്ട് അവിടെ നിന്നിട്ട് അവിടെ പോകാറുണ്ട്, നമ്മളുടെ ഓർഗനൈസേഷനിൽ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇന്റർവ്യൂവിലാണ്, അല്ലെങ്കിൽ ആള് ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീസൺസ് ഒക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അത് ക്വിറ്റ് ചെയ്തത്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒഫൻസ് എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ വിട്ടതാണോ, നമുക്കറിയില്ലല്ലോ, പണിഷ്മെന്റ് ആയിട്ട് വിട്ടതാണോ ഒന്നും അറിയില്ല. സോ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുന്നത് കൂടാതെ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഇവരെ കുറിച്ചൊരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും. അതിനെയാണ് നമ്മള് റെഫറൻസ് ചെക്ക് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? എന്താണ് മനസ്സിലാക്കിയാൽ മതി. റെഫറൻസ് ചെക്ക് നമുക്ക് മനസ്സിലേക്ക് കയറിയാൽ മതി. എന്താണ് to know relevant information about a candidate in which he has or she has been working some other. എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്തിട്ട് അവിടെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക. ഈ പറഞ്ഞ ആളെ പേഴ്സണലി ആളുടെ സ്വഭാവ രീതികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന് ആയിട്ടാണോ പുള്ളി അവിടെ പോന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കും. എല്ലായിട്ടും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. ചിലപ്പോ ട്രാവലിംഗുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെ, അങ്ങനെ ദൂരം ആയിക്കൊണ്ടായിരിക്കാം, മറ്റേതെങ്കിലും ഒത്തിരി റീസൺസ് ഉണ്ടാകാം. എപ്പോഴും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ആ കൺക്ലൂഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെഫറൻസ് ചെയ്യുന്നത്. അവിടുത്തെ എംപ്ലോയറോടോ അവിടുത്തെ HR മാനേജറോടോ അല്ലെങ്കിൽ ആരെയാണോ ഈ പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്യുന്ന അവർക്ക് നമുക്കൊന്ന് നിങ്ങളെ കുറിച്ച് അറിയണം. സോ യു ജസ്റ്റ് ഗിവ് സം നമ്പർ, ഫോൺ നമ്പറോ അല്ലെങ്കിൽ മറ്റേ ആരെയാണോ നമുക്ക് വേണ്ടിയിട്ട് റെഫറൻസ് തരാൻ പറ്റുന്നത് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ആള് തരുന്ന നമ്പറോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കളക്ട് ചെയ്യണോ. ഇപ്പൊ വലിയ വലിയ ഓർഗനൈസേഷൻസോ മറ്റ് എല്ലാവരെയും കുറിച്ചുള്ള ഡീറ്റെയിൽസും അതർ ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കിപ്പോ സെർച്ച് ചെയ്തിട്ടുണ്ട്. വലിയ ബിസിനസ്സുകാർക്ക് എല്ലാവരും ബിസിനസിനെ കുറിച്ചിട്ടുള്ള ഇതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ അന്വേഷിച്ചറിയാൻ പറ്റും. അതാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പ്രൊസീജിയർ ആണ് സെലക്ഷനിലെ ഫൈനൽ സെലക്ഷൻ ആണ് നമുക്ക്. ഈ സെലക്ഷൻ നടത്തുന്ന മാനേജർ ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് നമ്മുടെ എന്താ പറയാ എന്താണ് നമ്മൾ എടുത്ത തീരുമാനം, ഈ കാൻഡിഡേറ്റ് നമ്മൾ എടുക്കുന്നുണ്ടോ സെലക്ട് ചെയ്യുന്നുണ്ടോ ഉള്ളതൊക്കെ തീരുമാനിക്കാം. ഈ റെഫറൻസ് ചെക്കും അവരുടെ ക്വാളിഫിക്കേഷൻസിന്റെ ഡോക്യുമെന്റുകളും മറ്റ് ടെസ്റ്റിമോണിയൽസും റെഫറൻസ് ചെക്കും ഇതിനെല്ലാം ശേഷം after every step ഈ പറയുന്ന മുകളിൽ പറഞ്ഞ എല്ലാ സ്റ്റെപ്സും തീർന്നതിന് ശേഷം the manager has to decide whether he is or she is selected or not. ആളെ എടുക്കണോ വേണ്ടയോ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനത്തിലേക്ക് എത്താം. ആൻഡ് ദാറ്റ് തീരുമാനം should be communicated to the candidate. ആ തീരുമാനം ആരെ അറിയിക്കണം? Candidateനെ അറിയിക്കുക. So these are the different steps included in selection process. സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞുകൊള്ളുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഫുൾ അവിടെ അണ്ടർലൈൻ ചെയ്യാം. റിസപ്ഷൻ, പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ് എന്നുള്ളത് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം അത്രയും മതി. അതിനെ കുറിച്ച് വിശദമായി ഇത് വേണ്ട. കാരണം ആപ്ലിക്കേഷൻ ഫോം ഫില്ലേക്ക് കൊടുക്കുക കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ലഭ്യമാകാൻ തന്നെയാണ്. അല്ലാണ്ട് വേറെ കാര്യങ്ങൾക്കില്ല. എന്നെടുത്ത് ചോദിക്കാം പേര്, വിവരങ്ങൾ, നിങ്ങളുടെ മുഖത്ത് എന്താണ് ക്വാളിഫിക്കേഷൻ, എന്തുകൊണ്ട് നിങ്ങൾ ഈ ജോലി സെലക്ട് ചെയ്തു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എന്താണ്, ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. അപ്പൊ അതൊക്കെ ആൻസർ നമ്മൾ കൊടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ വ്യക്തമായ ധാരണ ഓർഗനൈസേഷന് കിട്ടും. ഓക്കെ.
അടുത്തത് ഫിസിക്കൽ എക്സാമിനേഷൻ. അത്രയും മാത്രം അനലൈസ് ചെയ്താൽ മതി. അപ്പൊ അതിനൊക്കെ നമുക്ക് മിസ്സാക്കാൻ പാടില്ല. എന്തൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, മാനസികമായിട്ടുള്ള പരിശോധന, റെഫറൻസ് ചെക്ക്. ലാസ്റ്റ് കുറയ്ക്കും അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. അത് മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റേതൊക്കെ സ്റ്റെപ്സ് ആണ്. ആ സ്റ്റെപ്സിനകത്ത് ഇത് വരും. അതുകൂടാതെ ആ ഒരു സെന്റൻസും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് അടുത്തതിലേക്ക്. യെസ്, ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. സോ നമുക്ക് എന്താ പറയാ ചിന്ത ഉണ്ടായിരിക്കും, വാട്ട് ഈസ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് അല്ലെ? ഫിസിക്കൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞപ്പോ സെലക്ഷന്റെ നമ്മൾ പ്ലാൻ ചെയ്തല്ലോ. സെന്റൻസും പിന്നെ അതിന്റെ സെന്റൻസും അതാണ് ആ സെലക്ഷന് ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നതും അതിന്റെ തൊട്ട് മുകളില് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സെന്റൻസും അത് അണ്ടർലൈൻ ചെയ്തതായിരുന്നല്ലേ. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ് നമ്മുടെ ശാരീരികമായ പരിശോധന, നമ്മൾ ഫിറ്റ് ആണോ. പോലീസ് ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടല്ല, പോലീസില് ഫിസിക്കൽ ടെസ്റ്റിംഗ് ഒക്കെ നമ്മുടെ സിനിമയെ കാണാൻ പറ്റിയില്ലെങ്കിലും അല്ലെ, സിനിമയിലൊക്കെ ഉണ്ട്. അപ്പൊ ചെയ്യാവുന്ന ചെസ്റ്റിന് ഇത്ര വേണം, അല്ലെ ഹൈറ്റ് ഇത്ര വേണം, വെയിറ്റ് ഇത്ര വേണം, അങ്ങനെ എന്താ പറയാ നമ്മുടെ ഈ ബൾക്കിയായിട്ടുള്ള സ്റ്റോക്ക് ഒന്നും പാടില്ല. അതിന് അത് ഇല്ലാണ്ടാക്കാനായിട്ടുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് ബാക്കി എല്ലാ ടെസ്റ്റും പാസ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് സെലക്ഷൻ കിട്ടുള്ളൂ. ഫിസിക്കലി അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഫിറ്റ്നസ് ഓഫ് അവർ മൈൻഡ്. നമ്മുടെ മൈൻഡ് ഫിറ്റ് ആകുക അല്ലെങ്കിൽ ഹെൽത്തി ആകുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈസ് ക്ലാസിഫൈഡ്. ഇതിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ പോകുക? സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു സെവറൽ 3 types ആണ്. ABC 3 രീതിയിലാണ് അക്കോർഡിംഗ് ടു ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എ ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ, അതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ്. അതിനകത്ത് വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമുക്ക് പറയാം. ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ. ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് അവിടെ പോയി ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇങ്ങനെ 3 രീതിയിലാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? 3 ടൈപ്പാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്മാരുടെ പെരുമാറ്റ രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ആണ് ഓൺ ദ യൂസ് ഓഫ് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റിന്റെ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇങ്ങനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 3നും ഇനിയും വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ആസ് പെർ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അങ്ങനെയാണ്. മനസ്സിലായോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഈ 4 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളുടെ ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ ഏതിൽ വരുന്നത്? സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അതിന്റെ ഉള്ളിലൊന്ന് പറയാൻ. അപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റ് 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ആസ് പെർ ഹ്യൂമൻ ബിഹേവിയറും, യൂസ് ഓഫ് ടെസ്റ്റും, ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇങ്ങനെ 3ആയിട്ട്. ഈ പറഞ്ഞ ആദ്യത്തേക്ക് പറഞ്ഞ ആസ് പെർ ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട്. ഏതൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. മനസ്സിലായോ? ആ ക്ലാസിഫിക്കേഷന്റെ രീതി മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന് ഉള്ളിലുള്ളത് പറയാം. അത് ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ അടിസ്ഥാന
ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ്, ഈ ടെസ്റ്റുകളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും അണ്ടർലൈൻ ചെയ്യാനില്ല. എല്ലാം അണ്ടർലൈൻ ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ പഠിക്കാനില്ല കേട്ടോ. അതിന്റെ മുകളിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് മുകളിൽ ഒരു NB എന്നുള്ള വലുതാക്കി വെച്ചോ. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് എല്ലാത്തിനും ചോദിക്കും, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. So aptitude test. Testing your ability to carry out some task and also reactions in particular situations. അതായത് നമ്മളുടെ എബിലിറ്റി, അതായത് നമ്മൾ ഇന്ന ജോലി, ഇപ്പൊ ഞാൻ ടീച്ചർ, എനിക്ക് ജോലി തരുന്നു. ആ ജോലി, ആ ടീച്ചിങ് എന്ന് പറയുന്ന ജോലി ചെയ്യാനുള്ള കഴിവ് അത് പരിശോധിക്കുക. അതിന് ഇപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ക്ലാസ് എടുത്ത് കാണിക്കുക എന്നൊക്കെ പറയുമല്ലോ. സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സ് ആവുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയും, കുറച്ച് ദിവസത്തേക്കാണെങ്കിലും എന്താ പറയാ, ഇപ്പൊ എയ്ഡഡ് സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിലും ചെല്ലുമ്പോൾ അവര് ഇന്റർവ്യൂ ഒക്കെ നടത്തി ഓക്കെ ഫിറ്റ് ആണോ ഓക്കെ, പക്ഷെ നമ്മളോട് ഒരു ടെസ്റ്റിംഗ് രീതി ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ എടുക്കുക അത് അവരൊന്ന് കാണാൻ, അപ്പൊ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ടാസ്ക് കൊടുത്തന്നാല് അതെങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ചില വർക്ക് സിറ്റുവേഷൻസിൽ നമുക്കുണ്ടാകുന്ന ആ ജോലി സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെയാണ്? ടെസ്റ്റിംഗ് യുവർ എബിലിറ്റി ടു ക്യാരി ഔട്ട് ദ ടാസ്ക്. ആ ടാസ്ക് ചെയ്ത് തീർക്കാനുള്ള നമ്മുടെ എബിലിറ്റിയും ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻസ്. നമ്മൾ എങ്ങനെയാണ് ആ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ജോലിയുടെ സാഹചര്യത്തിൽ നമ്മൾ പല കാര്യങ്ങളോടും റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് മനസ്സിലാക്കുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. എന്തോ നേട്ടമാണ്, എന്ത് നേട്ടമാണ് നമുക്ക് after doing or performing a particular job after a period of training you will get some knowledge and skill അല്ലെ. നമുക്കൊരു ജോലി കിട്ടി കഴിയുമ്പോൾ അതിനൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് പീരീഡിനകത്ത് നമുക്ക് എന്തുണ്ടാവും, ഒരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം ഒക്കെ ട്രെയിനിങ് പീരീഡ് എടുക്കുമ്പോൾ ആ ട്രെയിനിങ് പീരീഡിനുള്ളിൽ we can develop some skill. നമ്മുടെ അറിവ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ കഴിവ്, ജോലി ചെയ്യുക എന്നുള്ളതിന് അറിവ് മാത്രം പോരാ, അത് ചെയ്യാൻ പ്രാക്ടിക്കലി ചെയ്യാനുള്ള കഴിവ് കൂടി വേണം. അപ്പൊ അത് എത്രത്തോളം വളർന്നിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അച്ചീവ്മെന്റ് ഓഫ് യുവർ നോളജ് ആൻഡ് സ്കിൽ. നിങ്ങൾ എത്രത്തോളം ആ ട്രെയിനിങ് പീരീഡിൽ നിങ്ങളുടെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു നേട്ടം, ആ അച്ചീവ്മെന്റ്, അതിനെയാണ് നമ്മൾ ആ അച്ചീവ്മെന്റ് മനസ്സിലാക്കുന്ന ടെസ്റ്റ്. അതിനെയാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് വിളിക്കുക. It evaluates the developed knowledge or skill after a period of training. ഒരു ട്രെയിനിങ് പീരീഡിന് ശേഷം നമ്മൾ എത്രത്തോളം സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് വിലയിരുത്തുന്നതാണ് എന്ത് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? മനസ്സിലായോ എന്ന് വേഗം പറയണേ. കുറച്ചു പേര് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, യെസ്, അത് അങ്ങനെ ചെയ്യും. ഓക്കെ, അടുത്ത എന്താണ്? പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്? എന്തായിരിക്കും പേഴ്സണാലിറ്റി ടെസ്റ്റ്? ഓക്കെ, നെക്സ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് വേർഡ് കേൾക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ഹ്യൂമൻ പേഴ്സണാലിറ്റി, സ്വഭാവം, അതല്ലേ. അതായത് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ്, നമ്മുടെ സ്വഭാവ രീതികള്, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ. ട്രേറ്റ്സ് മീൻസ് സ്വഭാവ ഗുണങ്ങളാണ്. ട്രേറ്റ് എന്നൊരു വാക്ക് അവിടെ കിടക്കുന്നുണ്ട്, സ്വഭാവ ഗുണങ്ങളാണ്. അതായത് നമ്മൾ എങ്ങനെ, ഹൗ ഡു റിയാക്ട് ടു ദ വേരിയസ് സിറ്റുവേഷൻസ് ഇൻ യുവർ വർക്ക്. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ അതിനൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതിനൊക്കെ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു, അത് നമ്മളുടെ സ്വഭാവം റിഫ്ലക്ട് ചെയ്യുന്ന കാര്യമാണ്. ചില ആൾക്കാര് എന്തെങ്കിലും കാണുമ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെ, ഭയങ്കരമായിട്ട് ആളുകളെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ചില ജോലിക്കൊക്കെ എടുക്കുള്ളൂ. വളരെ പെട്ടെന്ന് ട്രിഗർ ആവുന്ന ആൾക്കാരുണ്ട്, ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ അവിടെ ആ സിറ്റുവേഷൻസിൽ റിയാക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റിംഗ് രീതിയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ്. വേറെ ഒന്നുമില്ല, അത് വിലയിരുത്തുക.
ആളുകൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും കാണുമ്പോഴേക്കും പെട്ടെന്ന് ഭയങ്കര സഡൻ ആയിട്ട് എന്താ പറയുക ക്ഷമയില്ലാതെ പേഷ്യൻസ് ഒന്നുമില്ലാതെ ഇങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പൊ അതൊക്കെ ചിലപ്പോ നമ്മുടെ ഓർഗനൈസേഷനിൽ പറ്റില്ല. അപ്പൊ ചിലപ്പോ അതേ രീതിയിലുള്ള വേറൊരു ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ഇടി വീഴും അല്ലെ, അവിടെ അവർ സമാധാനം നില നഷ്ടപ്പെടും അല്ലെ. സോ ദർ വിൽ ബി മെനി ഇഷ്യൂസ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാകാം, വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ആകും. അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിലേക്കാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ക്ലിയർ ആയോ? പേഴ്സണാലിറ്റി ടെസ്റ്റ് മനസ്സിലായോ? Okay, and the next one, as per the human behavior ഇതൊക്കെ നമുക്ക് സ്വഭാവത്തെ സംബന്ധിക്കുന്നതാണ്, പെരുമാറ്റത്തെ സംബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് കൊടുക്കുന്നത്. അപ്പൊ ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതുകൊണ്ടിട്ടാണല്ലോ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്തായിരിക്കും? It is the taste or preference of the person or the candidate in a specific field or activity. കൊടുക്കുന്ന ജോലി അല്ലെങ്കിൽ കൊടുക്കുന്ന ഫീൽഡ്, ആ ജോലിയുടെ ഫീൽഡ് ഏതാണോ ആ ആളുടെ പ്രിഫറൻസ് നോക്കുക അല്ലെ. ആ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ചെയ്യുക. എന്തിനാണ് ആൾക്ക് താല്പര്യം? ഇപ്പൊ ഒരാള് കാൻഡിഡേറ്റ് കുറെ വേക്കൻസികൾ കഴിയുമ്പോൾ വന്നു, ഇതില് ആ വന്നിരിക്കുന്ന വേക്കൻസികളിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് കാൻഡിഡേറ്റ് ഏറ്റവുമാണ്. അത് പരിശോധിക്കുക. ടീച്ചിങ്ങിനാണോ, ടീച്ചിങ്ങിന്റെ ഒഴിവ് കണ്ടു അല്ലെങ്കിൽ വേറെ ഒഴിവുകൾ കണ്ടു, ഇത് ഏതായാലും കുഴപ്പമില്ല, എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാം, എന്നാൽ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നവരോടാണ് അങ്ങനെ ഉണ്ടാവുമല്ലോ. സോ ആളുടെ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏതാണെന്ന് മനസ്സിലാക്കുന്ന ടെസ്റ്റിംഗ് രീതി, ഇവാലുവേഷൻ രീതിയാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 4 ടെസ്റ്റ് മനസ്സിലായില്ലേ? മറക്കില്ലല്ലോ. 4 ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് നമ്മളുടെ എബിലിറ്റി ടു ക്യാരി ഔട്ട് എനി ടാസ്ക്, നമുക്ക് തന്നിരിക്കുന്ന ടാസ്കുകൾ എത്രത്തോളം ചെയ്യാനുള്ള കഴിവുണ്ട്, എങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻസ് റിയാക്ട് ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കുന്ന രീതിയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേടിയെടുത്ത നമ്മളുടെ നേട്ടമാണ്. ഏത് നേട്ടം? ഡെവലപ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് അല്ലെ. ഡ്യൂറിംഗ് ദ ട്രെയിനിങ് പീരീഡ്, ആ ട്രെയിനിങ് പീരീഡിന് ശേഷം നമ്മൾ നേടിയെടുത്ത സ്കില്ല്, നോളജ്, അതൊക്കെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. പേഴ്സണാലിറ്റി, ബിഹേവിയർ, ട്രെയിറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കുന്ന ടെസ്റ്റാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രിഫറൻസ് ആണ്. ഒരു ജോലിയോട് സ്പെസിഫിക് ഫീൽഡിനോട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. സോ നമ്മൾ പറഞ്ഞു ടെസ്റ്റ് എന്താ പറയാ, സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡ്ലി 3 ക്ലാസിഫൈ ചെയ്തിട്ട് വളരെ വിശാലമായ രീതിയിൽ 3 ക്ലാസിഫൈ ചെയ്തു. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ പറയുന്നത് ഓൺ ദ ആസ് പെർ ദ ഹ്യൂമൻ ബിഹേവിയർ. ഇനി രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് ഏതാ? ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ദ ടെസ്റ്റ്. ആ ടെസ്റ്റ് ഉപയോഗിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അതിന്റെ ഉപയോഗം, അതിന്റെ യൂസ് അനുസരിച്ചിട്ട് വീണ്ടും ആ ടെസ്റ്റിനെ 3 തരംതിരിച്ചിട്ടുണ്ട്. 4 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? 3 തന്നെയാണ് എന്ന് എനിക്ക് തെറ്റില്ല. ഏതൊക്കെയാണ്? സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ്. നിങ്ങളുടെ ബുക്കിൽ കറക്ഷൻസ് വന്നിട്ടുണ്ടോന്ന് നോക്കണേ. അതായത് ഈ പ്ലേസ്മെന്റ് ടെസ്റ്റ്, അതുപോലെ ഇവിടെ ഒരു സാധനം അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാണ്. നോക്കിയേ, ഇത്രയും ഭാഗം റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടോ നിങ്ങളുടെ ബുക്കില്? 4 അവിടെ ഇല്ല കേട്ടോ. ആ 4 പിന്നെ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റും പ്രാവശ്യം കൂടി അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് വന്നിരിക്കുന്നതാണ്. കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി നിങ്ങളുടെ നോട്ടിൽ അത് കറക്റ്റ് ആയിരിക്കാം. തെറ്റുണ്ടാവാം. പക്ഷെ എന്റെ പ്രസന്റേഷനിൽ ആണോ തെറ്റാണോ? അല്ല, ഈ 3 പോയിന്റായിട്ടാണോ കിടക്കുന്നത്? ഓക്കെ, 3 പോയിന്റ് ഉള്ളു. പറഞ്ഞപ്പോ 3 പോയിന്റ് തന്നെ പറഞ്ഞു. പക്ഷെ അവിടെ നോക്കിയപ്പോ പെട്ടെന്ന് 4 കണ്ടപ്പോ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ, 3 പോയിന്റ് ഉള്ളു. 2 പോയിന്റ് റിപ്പീറ്റ് ചെയ്ത് വന്നു. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റും പ്ലേസ്മെന്റ് ടെസ്റ്റും ഒരു വീണ്ടും 2ാമത് വന്നതാണ്. ഓവർലാപ്പ് ചെയ്ത് കയറുന്നതാണ്. ഓക്കെ, അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ച് 3 തരംതിരിച്ചിട്ടുണ്ട്. സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. എന്താ സെലക്ഷൻ ടെസ്റ്റ്? കാൻഡിഡേറ്റ്സിനെ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് സെലക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. കൃത്യമായ ആ ജോലിക്ക് വേണ്ട ഒരാളെ കൃത്യമായി തന്നെ തെരഞ്ഞെടുക്കുക. നോക്കിയ പോലെ തെരഞ്ഞെടുക്കുന്ന കാര്യമില്ല. ഒരു ഓഫീസ്, ഒരു ക്ലർക്കിന്റെ ജോലിക്കുള്ള ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറിനെ കൊണ്ടുവന്ന് ആ ജോലി കൊടുത്ത് ചെയ്യാൻ ചിലപ്പോൾ ശരിയായി വരില്ല. ക്ലിനിക്കൽ ജോബ്സ് നടത്താൻ പറ്റിയ ആളുകളെ അതാണ് പറഞ്ഞത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്.
അപ്പൊ ജോലിക്ക് അങ്ങനെ തരുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽസിലായാലും ആലോചിച്ചൊക്കെ ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എല്ലായിടത്തും ഒരേപോലത്തെ സ്റ്റാഫുകളെല്ലാം നമുക്ക് പറ്റാം അല്ലെ. അപ്പൊ നഴ്സസ് ഉണ്ട്. ആ നഴ്സസിൽ തന്നെ ജനറൽ ആയിട്ടുള്ള നഴ്സസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ പോലെ ചാപ്റ്റർ പഠിച്ചില്ലേ? അപ്പൊ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ആ ഹൈറാർക്കിക്കൽ ലെവല് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ ഓരോ പർട്ടിക്കുലർ പൊസിഷനിൽ ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള നഴ്സസിന്റെ വിഭാഗമാണ് ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ കഴിവും മികവും ഒക്കെ നോക്കിയിട്ടാണ് ആപ്റ്റ് കാൻഡിഡേറ്റ്സിനെ ആ പർട്ടിക്കുലർ ജോബ് പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് വിളിക്കുക. അത് സെലക്ട് ചെയ്യുന്ന രീതി അതിനെ സെലക്ഷൻ ടെസ്റ്റ് എന്ന് വിളിക്കും. അടുത്ത എന്താ? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അതായത് in this test, ഇതിനകത്ത് പ്രത്യേകമായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ കൺസിഡറേഷൻ is given to the to decide in which the several assignments have to be given to a patient. അതായത് ഇങ്ങനെ കുറെ ജോലികൾ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കും. ആ കൊടുത്തിരിക്കുന്ന ജോലിയിൽ ഏത് ജോലിയിലാണ് ആ കൊടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തത് ഏതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ ഒരാള് ജോലിക്ക് വേണ്ടി വരുമ്പോ ആൾക്ക് കുറച്ച് ക്ലറിക്കൽ വർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് അക്കൗണ്ട്സ് വർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അങ്ങനെ ഒരു 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ആൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഏതാണ് പുള്ളി ഏറ്റവും 100% റിസൾട്ട് നമുക്ക് തന്നിരിക്കുന്നേ എന്ന് നോക്കും. അപ്പൊ ആള് അതിലാണ് കുറച്ച് കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒരു ടെസ്റ്റ് നടത്തുന്നു. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? Several possible assignments a person will be able to do this test. ഏറ്റവും നന്നായിട്ട് അതിന് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള അസൈൻമെന്റുകൾ കൊടുക്കുന്നത്. ഈ പോയിന്റ് നോട്ടില്ലേ? ഉണ്ടല്ലോ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ടല്ലോ. 1, 2, 3 എന്ന് നമ്പർ ഇട്ടില്ലേ? പോയിന്റ് ഉണ്ടോ? മനസ്സിലായില്ല. 3 ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അണ്ടർ സച്ച് ടെസ്റ്റ് സ്പെഷ്യൽ കൺസിഡറേഷൻസ് എവിടെ നിന്നോടെയും ബാക്കിയില്ല. എവിടെ നിന്നോടെയും ബാക്കിയില്ലാതെ several possible assignments a person will be able to do his best. ഉണ്ടെന്ന് പറയുന്നല്ലോ. രണ്ട് പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത് ഇവിടെ എന്റെ പ്രസന്റേഷനിൽ അങ്ങനെ കിടക്കുന്നത് അതില്ല. 2 പ്രാവശ്യം വേണ്ട, 1 പ്രാവശ്യം മതി. നിങ്ങൾ പറയുന്ന പോയിന്റ് അറിയാമോ? ഞാൻ 2ാമത്തെ പോയിന്റാ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ് പറയുന്നത്. അതില് എന്താ പറയാ, ആളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ പോയിന്റ് ഇല്ല. ഞാൻ ഇന്നത്തെ പോയിന്റ് ഇൻവിറ്റേഷൻ ആണ്. നിങ്ങൾ വായിച്ചിരിക്കുക. തേർഡ് പോയിന്റിന്റെ ഹെഡിങ് എന്താ? തേർഡ് പോയിന്റ് ഹൈഡ്രോജൻ മുമ്പ് വായിച്ചിരിക്കേ. പ്ലേസ്മെന്റ് ഡിസിഷൻ ആണ്. പ്ലേസ്മെന്റ് ടെസ്റ്റ് ഡിസിഷൻ അല്ലേ? അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആ പോയിന്റുകൾ വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ പറഞ്ഞു. 3 ടെസ്റ്റുകൾ യൂസ് ഓഫ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ആയിട്ടാണ്. അതിൽ 1 സെലക്ഷൻ ടെസ്റ്റ്, 2 ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, 3 പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. അതാണ് ഞാൻ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ടേ കുഴപ്പമില്ല. റേഞ്ച് ഉണ്ടല്ലേ പോണ്ടല്ലേ? സോറി, അപ്പൊ കുഴപ്പമില്ല കേട്ടാ. അപ്പൊ അങ്ങനെ 2ാമത്തെ 3ാമത്തെ പോയിന്റ് ക്ലിനിക്ക് മുന്നൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മളുടെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇനി അത് കാണുമ്പോ ടീച്ചറിന്റെ കുറെ ഉണ്ടല്ലോ എന്ന് കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞത്. അതില്ല, അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഓക്കെ. അപ്പൊ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. നമ്മള് ഡിഫറെന്റ് പറയാം. അതായത് സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മൾ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള പോസിബിൾ അസൈൻമെന്റുകൾ ഓരോ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും നന്നായി അവർ ചെയ്യുന്ന
ജോലി ഏതാണ്? ഒരാൾക്ക് തന്നെ 2-3 കാര്യം ചെയ്യാൻ കൊടുക്കും. എന്നിട്ട് അവര് അതിൽ ഏറ്റവും നന്നായുള്ള റിസൾട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ജോലിയിലാണെങ്കിൽ ഏറ്റവും നന്നായി അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയേ അപ്പൊ ആ ജോലി ആൾക്ക് കൊടുക്കുക. മനസ്സിലായ? എനിക്ക് എന്താ വേറെ കുറെ ജോലി ചെയ്യുക. അപ്പൊ പറയാ എനിക്ക് തന്നു. അപ്പൊ ഞാൻ ചെയ്ത ജോലിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ടീച്ചർ ഏതാ ചെയ്തത്? ടീച്ചിങ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയാണോ? അപ്പൊ ആ ജോലി അവർ കൊടുക്കുക. അല്ലെ? അല്ലാതെ നീ ഇത് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു റിസൾട്ട് തന്ന ജോലിയാണോ ആളേൽപ്പിക്കേണ്ടത്? തീർച്ചയായിട്ടും അല്ല. അല്ലെ? മറ്റേ സിനിമയിലൊക്കെ പറ്റുള്ളത് അല്ലെ? ഇത് പഠിച്ച് ചെയ്ത് ഫുള്ള് കാണിച്ച് കൃത്യമായിട്ട് 100% റിസൾട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അറിയില്ലാത്ത അല്ലെങ്കിൽ അത്രയും വൈദഗ്ധ്യമില്ലാത്ത ഒരു ജോലി ആളേൽപ്പിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് എന്ന് പറയാം. അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലിയിൽ അവർ എന്താണ് ബെസ്റ്റ് തന്നെ അത് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? And the next one is placement test or decision. ഇവിടെ placement ആണ്. അതായത് it is assigning a person or the candidate to different levels of work. ജോലികളിങ്ങനെ എന്താ പറയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കും അതുപോലെ തന്നെ എന്താ പറയാ ഇങ്ങനെ പല പല ജോലികളായിട്ട് പല രീതിയിലുള്ള ജോലികളായിട്ട് കൊടുക്കാതെ പല ലെവലുള്ള ജോലികൾ ഇപ്പൊ ലെവൽസ് മാറ്റി കൊടുക്കുക. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിനേക്കാൾ കുറച്ചുകൂടി ലെവലിൽ കൂട്ടി കൊടുക്കുക. പല ജോലിയുടെ എന്താ പറയാ ജോലി വ്യത്യസ്തപ്പെടുത്തി കൊടുക്കുകയല്ല ചെയ്യുന്നത്, ആ ലെവൽ ഒന്ന് മാറ്റി കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളുടെ ഹോസ്പിറ്റൽസിലെ ഉദാഹരണം പറയാം. ഹോസ്പിറ്റൽസിൽ നമുക്കറിയാം നഴ്സസ് തന്നെ ഒരുപാട് വിഭാഗമുണ്ട്. നമ്മൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, നഴ്സിംഗ് ഇൻചാർജ് ഉണ്ട്, നഴ്സിംഗ് ഡയറക്ടർ ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പറിൻറ്റൻഡന്റ് ഉണ്ട്. നമ്മൾ ആ ഹൈറാർക്കി പഠിച്ചതാണ്. ആ നഴ്സസിന്റെ ലെവലുകളിൽ ചിലപ്പോൾ നഴ്സിംഗ് ലെവലിൽ തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ ജോലിയെ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ മാറ്റിയുകൊണ്ട് കൊടുത്തിട്ട് അവരുടെ ആ ലെവല് നേരത്തെ കുറച്ച് താഴ്ന്ന ലെവലിലുള്ള നഴ്സിംഗ് എന്താ പറയാ അസിസ്റ്റന്റ് ജോലി ചെയ്തിരുന്ന ഒരാള് ഡ്യൂ ടു മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അവരിങ്ങനെ അറിവുകൾ അപ്പൊ അവരെ ടെസ്റ്റ് ചെയ്യും. അവര് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടാണ് കാൻഡിഡേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തത്. പക്ഷെ അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് കുറച്ചുകൂടി മുകളിലേക്ക് ലെവലിലുള്ള നഴ്സിംഗ് ലെവലിലേക്ക് എത്തിയാലും അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റുന്ന വരില്ല. അതനുസരിച്ച് അവർക്ക് ജോലി കൊടുക്കുക. അല്ലാണ്ട് നഴ്സിനെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റി ആ ജോലി കൊടുക്കാതെ, അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ് കൊടുക്കാതെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ജോലി കൊടുക്കുക എന്നുള്ളതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പല പല ജോലിയിലെ വ്യത്യസ്തതകൾ കൊടുക്കാതെ എന്ത് ചെയ്യണം, പല ലെവല് ഉള്ള ജോലിനെ തന്നെ പല ലെവലിലേക്ക് ഏറ്റവും താഴ്ന്ന മുകളിലേക്കുള്ള ലെവൽ വരെയുണ്ട് അല്ലെ? അപ്പൊ ആ ലെവലുകൾ മാത്രം ഒന്ന് മാറ്റി കൊടുക്കാം, വേറെ വിവിധങ്ങളായിട്ടുള്ള ജോലികളെ ഏൽപ്പിക്കാതെ. അപ്പൊ എന്ത് പറ്റും, ആ ലെവൽ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്തു. അപ്പൊ അവിടെയും കൂടി ആളുടെ ജ്ഞാനിയായി അല്ലെങ്കിൽ ഒരു എന്താ പറയാ എക്സ്പെർട്ടായി മാറും. അപ്പൊ പിന്നീട് അവരെ കയറ്റി എനിക്കാണ് പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്നത്. മനസ്സിലായേ? അതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ യൂസ് ഓഫ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നതിന്റെ ബേസിസിൽ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ്. കേട്ടോ? ഇത് ഈ സെന്റൻസ് ഒക്കെ ഇങ്ങനെ തന്നെ വരുള്ളൂ. അതെ, ഇപ്പൊ ക്വസ്റ്റ്യൻ വരാ ഡാഷ് ആർ ഡൺ ടു സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ്സ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. Selection test. Under dash selection, special considerations are given to decide which possible 7% assignment a person will be able to do his best. അപ്പൊ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അപ്പൊ സെന്റൻസ് അങ്ങനെ തന്നെയായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് വായിച്ചു നോക്കി ഇതാക്കിയാൽ മതി. മനസ്സിലായല്ലോ? ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഒരു ഭാഗം നമ്മള് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കി വേഗം. വായിച്ചോ? ഓക്കെ.
ആ ഭാഗം കൂടി ഒന്ന് തീർത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മളപ്പോ 3 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഏതില്? നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനകത്ത് സൈക്കോളജിക്കൽ ടെസ്റ്റില് 3 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഒന്നാമത്തേത് ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ, രണ്ടാമത്തേത് യൂസ് ഓഫ് ടെസ്റ്റ്, ആൻഡ് തേർഡ് വൺ ഈസ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇൻഡിവിജ്വൽ ടെസ്റ്റിൽ എന്താ പറയാ, സിംഗിൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ചെയ്താണ്. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ മാത്രം ടെസ്റ്റ് ചെയ്തു. അതായത് ആള് എന്തൊക്കെയാണ് ജോലി ചെയ്യാനായിട്ട് ആക്ട് ആയിട്ടുള്ളത്, ആളുടെ ഒബ്സർവേഷൻസ്, ആളുടെ ബിഹേവിയർ പാറ്റേൺ അത് ക്ലിയർ ആയിട്ട് ആ ടെസ്റ്റിംഗ് പീരീഡിൽ വളരെ തറോ ആയിട്ട് ആളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതി. ഇൻഡിവിജ്വലിന് മാത്രം ആളുടെ ബിഹേവിയർ പാറ്റേൺ ആ ത്രൂ ഔട്ട് ദ ടെസ്റ്റിംഗ് പീരീഡ് ഇൻഡിവിജ്വലി അവരെ ഒബ്സർവ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റിംഗ് രീതിയാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തിയെ മാത്രം മനസ്സിലായിട്ടു എന്റെ ഒരു ടെസ്റ്റിംഗ് പീരീഡിൽ എന്നെ മാത്രം ഞാൻ എന്താണ് ജോലി ചെയ്യുന്നത്, എങ്ങനെ എന്റെ ബിഹേവിയർ പാറ്റേൺ ആ ഒരു ടെസ്റ്റിംഗ് പീരീഡ് ഇത്ര സമയം അല്ലെങ്കിൽ ഇത്ര ദിവസം ആണെങ്കിൽ ആ പീരീഡ് മുഴുവനും നമ്മളെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യാൻ വേണ്ടിയെന്ന് തീരുമാനിക്കുക. അതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കേ. അടുത്തത് ഗ്രൂപ്പ് ടെസ്റ്റ് ആണ്. ഗ്രൂപ്പ് ടെസ്റ്റ് ഗ്രൂപ്പിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺസ് ഇൻഡിവിജ്വൽസിന്റെ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, ആ ഇൻഡിവിജ്വൽസിനെ ഒരു ഗ്രൂപ്പായിട്ട് ആ ഗ്രൂപ്പിലെ എന്താ പറയാ മെമ്പേഴ്സിനായിരിക്കും അതൊക്കെ കൊടുക്കുക. എന്നിട്ട് അവര് എന്ത് ചെയ്യുന്നു, ആ ഗ്രൂപ്പിനെ മാത്രം മൊത്തത്തിൽ ഒബ്സർവ് ചെയ്യുന്നു. അവരുടെ ടെസ്റ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഒബ്സർവ് ചെയ്ത ബിഹേവിയർ ഓഫ് ദ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനേക്കാൾ ഉപരി ആ ഗ്രൂപ്പിന് കൊടുക്കുന്ന ടാസ്കുകൾ ഹൗ ദേ ആർ പെർഫോമിംഗ് ആൻഡ് ഗ്രൂപ്പിൽ ഹൗ ദേ ബിഹേവ്. അവരെങ്ങനെ ആ ഗ്രൂപ്പ് ആയിട്ടിരുന്ന് ബിഹേവ് ചെയ്യുന്നു, ഗ്രൂപ്പായിട്ട് അവരവരുടെ കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഗ്രൂപ്പായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് വിളിക്കുക. പ്രത്യേക ഫോർമാറ്റിലായിരിക്കും ഒരു പർട്ടിക്കുലർ ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് വീണ്ടും അഡ്രസ് കൊടുക്കുന്നു. അങ്ങനെ ആ ഗ്രൂപ്പ് എന്നിട്ട് എങ്ങനെയാണത് അതിന്റെ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ആ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് പീരീഡിൽ വെദർ ദേ ആർ സക്സസ് അവര് ആ റെസ്പോൺസും ഒക്കെ അവരുടെ മനസ്സിലാക്കുന്നതാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസുകൾ ഒന്നും ഇവിടെ എടുക്കുന്നില്ല. ഓൺലി ഗ്രൂപ്പിന്റെ റെസ്പോൺസും ഗ്രൂപ്പിന്റെ ബിഹേവിയറും ഒബ്സർവ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ആകുമ്പോൾ ഇൻഡിവിജ്വലിന്റെ മാത്രം ബിഹേവിയറും അവരുടെ പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നത് പോലെ ഗ്രൂപ്പിനെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഓൾടുഗദർ ആണ് എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും റെസ്പോൺസൊക്കെ അറിയുന്നതും. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണല്ലോ. ഈ നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഫുള്ളായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അത് നന്നായിട്ട് വായിച്ചു പഠിക്കണം. വായിച്ചു നോക്കിയേ, ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഗ്രൂപ്പ് ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്, അടുത്തത് നമുക്ക് അടുത്ത ടോപ്പിക്കാണ് ഇന്റർവ്യൂസ്. സെലക്ഷൻ ഒക്കെ കഴിഞ്ഞ് സെലക്ഷനും സെലക്ഷന്റെ സ്റ്റെപ്സും അതിന്റെ എന്താ പറയാ അതിനകത്ത് വന്ന ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന പോർഷനൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രൊസീജിയർ ആണ് ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂവിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ, വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് എങ്ങും പോകണ്ട, ഒന്ന് വെള്ളം കുടിച്ചോ, അവിടെ നിന്നൊന്ന് രണ്ട് ചാടൊക്കെ ചാടിയിട്ട് നിൽക്കാം. ഉറപ്പൊക്കെ പോണ്ടേ. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം തന്നെ നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ ഒരു ഇറിറ്റേഷൻ തോന്നും. അതില്ലാതിരിക്കാണ്. ഓക്കെ, വരണേ പോകരുത്. ആരും 37 പേരൊക്കെ ഉണ്ടാക്കുന്നത്.
പോയോ? സുരേഷ് പോയല്ലോ. കുറച്ച് പേര് പോയി, 2-3 പേര് പോയിട്ട് 38 ആയിരുന്നു ഇവിടെ സ്ട്രെങ്ത് കാണിച്ചത്. ഇപ്പൊ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് 34. ബാക്കി 4 പേരെ കാണാനില്ല. ചടിപ്പോയോ? ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് അലക്കിയോ? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ബാക്കി ഭാഗം സമയം വേസ്റ്റ് ചെയ്യണ്ട, 1 മണിക്കൂർ കൂടെ എടുക്കുള്ളൂ. നിങ്ങൾക്ക് മതിയായെങ്കിൽ അത് നിർത്തും കേട്ടോ. ഏതായാലും മിസ്സിന്റെ ക്ലാസ് കുറച്ചേരെങ്കിലും ഒരാൾ അത് ഉപയോഗപ്പെടുത്തണ്ടേ, മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണ്ടേ. കണ്ടിന്യൂസ് ഒരാളെ തന്നെ കേട്ടോണ്ടിരിക്കാൻ ചിലപ്പോൾ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ കൂടി പോകാതെ കേട്ടോ. കുഴപ്പമുണ്ടോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, യെസ്, താങ്ക് യു. എന്താണ് അടുത്തത്? ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും ഇതിന് ജോലിക്ക് വേണ്ടി പോകണം. എല്ലാവരും പോകണം, എന്തായാലും പോകണം. അതാണ് നമ്മളുടെ ആവശ്യവും എന്നാൽ നമ്മളുടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാം? ഒരു ഇന്റർവ്യൂ ഒക്കെ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്താ പറയാ, വിചാരിക്കും അവിടെ ചെന്നിട്ട് നമ്മുടെ പുസ്തകങ്ങളിൽ പഠിച്ചത് മാത്രമൊക്കെ ആയിരിക്കും ചോദിക്കുക. അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മെനി പീപ്പിൾ അല്ലെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ദെയർ ഓൺ ഐഡിയാസ്. ഓരോ സിറ്റുവേഷൻസിന് അവരുടേതായ ഐഡിയാസ് കൊടുക്കാൻ പറ്റുന്നവരാണ് മനുഷ്യൻ പറയുന്നത്. ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുന്ന ഒരു സാധനമാണ് മനുഷ്യന്മാരുടെ വിദ്യ എന്ന് പറഞ്ഞാൽ. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ അതിനെ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടത്, റിയാക്ട് ചെയ്യേണ്ടതെന്ന് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും അവരുടേതായ ഐഡിയ ഉണ്ട് അല്ലെ. ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം ഓരോരുത്തർക്കും. അങ്ങനെ ഓരോ സിറ്റുവേഷൻസിനെയും എങ്ങനെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിനെയും ഹൗ ടു റിയാക്ട് ഓർ റെസ്പോൺസ് എന്നുള്ളത് അവരവർക്ക് മനസ്സിലാക്കി അത് ഐഡിയപരമായിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഐഡിയാസും ഒരുപാട് ബുദ്ധിയും എന്താ പറയുക ഇതൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന്റെ പണ്ടത്തെ രീതിയൊക്കെ മാറി, സ്റ്റൈലൊക്കെ മാറി അല്ലെ. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് അവര് ഫുഡ് ഫോർവേഡ് ചെയ്യുക. അപ്പൊ അത് സിറ്റുവേഷൻസില് ആ സിറ്റുവേഷൻസില് നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ റിയാക്ഷൻസ്, നിങ്ങളുടെ റെസ്പോൺസ് ഇതൊക്കെയാണ് അവർക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുക. അല്ലാതെ ഇത് നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ തൂക്കമോ അല്ലെങ്കിൽ അതിന്റെ വെയിറ്റേജോ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഫുൾ ഫോക്കസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയവർക്ക്, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെച്ച അക്കാഡമിക് ഇയർ കാഴ്ചവെച്ച ആളുകൾക്ക് അങ്ങനെയൊന്നും ഇല്ല. എത്രത്തോളം എനർജറ്റിക് ആണ്, എത്രത്തോളം സ്മാർട്ട് ആണ്, എത്രത്തോളം എന്താ പറയാ ആൻഷ്യസ് ടു ഗെറ്റ് പർട്ടിക്കുലർ ജോബ്, ആ ജോലി കിട്ടാൻ നമ്മൾ എത്രത്തോളം തീവ്രമായി ആഗ്രഹിക്കുന്നു അതിനൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഇന്ന് ആളുകൾക്ക് ജോലി കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇന്റർവ്യൂവിനെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കണം അങ്ങനത്തെ തരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോർമൽ മീറ്റിംഗ്. തീർച്ചയായിട്ടും അതൊരു ഒഫീഷ്യൽ ഒരു ഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. In which there will be one or more persons asking some questions to assess the candidate or the individual. അതായത് ഒരു കാൻഡിഡേറ്റ്സിനെ എന്താ പറയാ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആളുകളെ അസസ് ചെയ്യാൻ വേണ്ടി, വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒന്നോ അതിലധികമോ ആൾക്കാര് ചേർന്ന് ഇരുന്നിട്ട് ഒരുമിച്ച് ഇരുന്നിട്ടുള്ള ഒരു ഫോർമൽ മീറ്റിംഗ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർവ്യൂ വിളിക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഇന്റർവ്യൂ ഇസ് എ ഫോർമൽ മീറ്റിംഗ് വൺ ഓർ മോർ പേഴ്സൺസ്. ചിലപ്പോൾ ഒരാളുണ്ടാവും ഇന്റർവ്യൂ ചെയ്യുന്ന ആള്, അതായത് ഇന്റർവ്യൂവർ ഒരാളായിരിക്കാം. ചിലപ്പോൾ ഇന്റർവ്യൂവേഴ്സ് ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഒന്നിലധികം ആളുകളും ഉണ്ടാകാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എന്താ പറയാ ജോബ് ആയിരിക്കാം, വേക്കൻസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂവേഴ്സിന്റെ അവൈലബിലിറ്റി, അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും അടിസ്ഥാനമാക്കി ചിലപ്പോൾ ഒരാളായിരിക്കും എന്താ പറയാ മുന്നിലുള്ള ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്,
അല്ലെങ്കിൽ മൂവിലിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ഒരുപാട് പേർ ചേർന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഫോർമൽ മീറ്റിംഗ്, എന്തിനാണ് ഈ ഫോർമൽ മീറ്റിംഗ് നടത്തുന്നത്? ടു അസസ് കാൻഡിഡേറ്റ്, ആ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, വിലയിരുത്താൻ വേണ്ടി നടത്തുന്ന ഫോർമൽ മീറ്റിംഗ്, അതിനെയാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ? അസെൻസ് അതാണ് ചെയ്തത്. Yes. See, it is a widely used selection tool. ഇന്റർവ്യൂവിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഇതൊരു സെലക്ഷന്റെ ഒരു ഉപാധിയാണ്. നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിനെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാൻഡിഡേറ്റിനെ ജോലി കൊടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇന്റർവ്യൂ ഇല്ലാണ്ട് ചെയ്യില്ല. അപ്പൊ സെലക്ട് ചെയ്യാനുള്ള ഒരു ഉപാധി കൂടിയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സോ ആ ടൂൾ ഉപയോഗിച്ച് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് they can measure all the important characteristics of that particular candidate, and also they can collect information about the candidate important informations, the characteristics and informations എന്തൊക്കെ വേണോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അത് നാളെ കുറിച്ച് വ്യക്തമായ ഒരു എന്താ പറയുക ധാരണ നമുക്ക് വരുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മളുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും ഈ ഒരു സെലക്ഷൻ ടൂള് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഈ ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ടൂളാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ചെയ്യുമ്പോഴേക്ക് ചില ആളുകൾ എന്ത് ചെയ്യും, ബ്രേക്ക് ആവണ്ടോ? എല്ലാവർക്കും ഉണ്ടാവും? എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? പേരില്ലെന്ന് പറയുന്നു. മരിച്ചിട്ട് ഫസ്റ്റിനാ വേറെ ആളുകൾക്കൊന്നുമില്ല. ഒന്ന് പെട്ടെന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് ഓടി ജോയിൻ ചെയ്തേ. വേറെ ആർക്കും പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. അമൽജിത്തും ഫസ്റ്റ് നെയിം ഒന്ന് പെട്ടെന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. പെട്ടെന്ന് വരണേ. നോക്കാം. അമൽജിത്ത് പോയോ? നോക്കണം പേര്. ഓക്കെ, ചിലപ്പോ ഉണ്ടോ ഡിസ്റ്റർബൻസ് ഉണ്ടോ നോക്കാം. നമുക്ക് ഈ എന്താ പറയാ ചില ഇന്റർവ്യൂസ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എങ്കിലും ഏത് എന്താ പറയാ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണെങ്കിലും അത് നടത്തുന്നത് in order to obtain all the informations about that particular candidate. കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്ന സെലക്ഷൻ ടൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയാ ഒബ്ജക്റ്റീവ്. ആ ഫസ്റ്റ് സെലക്ഷൻ അപ്ലൈ ചെയ്യാം. The most widely used selection tool is probably the interview. Interview തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും എന്താ പറയാ ഉപയോഗിക്കുന്ന ഒരു സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഓക്കെ, ഇനി ഇന്റർവ്യൂവിനെ മറ്റൊരു രീതിയിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ ഈസ് ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ടെക്നിക്. ഇതൊരു സെലക്ഷൻ ഉപാധിയാണ് which enables the employer to view the total individual and directly appraise him and his behavior. ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വരുന്ന ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ് എംപ്ലോയി ആകുന്നത് ജോലി കൊടുത്തു കഴിഞ്ഞിട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ഉപയോഗിച്ചത്. എംപ്ലോയർ തന്റെ ആ ഒരു കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് ഡയറക്ട്ലി അവരെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ചില ചോദ്യങ്ങളിലൂടെ അവരുടെ ആക്ഷൻസ് ഒക്കെ നോക്കിയിട്ടേ അവരുടെ ബിഹേവിയറും സ്വഭാവ രീതിയൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ ടെക്നിക്കാണ് ഇന്റർവ്യൂ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? Interview is defined as a selection technique which enables the employer to view the total individual. അവിടെ ആ ഇൻഡിവിജ്വാലിറ്റി ആ മൊത്തം ഉള്ള ആളുകളുടെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ഡയറക്ട്ലി അപ്രൈസ് ഹിം ആൻഡ് ഹിസ് ബിഹേവിയർ, അവരെ നേരിട്ട് അവരുടെ കാര്യങ്ങൾ വിലയിരുത്താൻ ബിഹേവിയർ വിലയിരുത്താൻ ഒക്കെ ഉള്ള ഒരു സെലക്ഷൻ ടൂളാണ്, സെലക്ഷൻ ടെക്നിക്കാണ് ഇന്റർവ്യൂ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Definition underline ചെയ്യണം.
See, in an interview, the employer or the organization collects a maximum amount of information from the candidate. അതായത് നമ്മളുടെ ജോലിക്ക് suitable ആകുന്ന ആളാണോ അല്ലയോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ജോബ് ആൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള എല്ലാ ഇൻഫോർമേഷൻ, മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോലിക്ക് ആൾക്കാർക്ക് എല്ലാ വിവരവും ശേഖരിക്കുക എന്ന് ആളിൽ നിന്ന്. അതാണ് ഇന്റർവ്യൂവിന്റെ പ്രധാനപ്പെട്ട അറ്റംപ്റ്റ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് secure maximum amount of information from the candidate concerning his suitability and also the job under consideration. ആൾ എത്രത്തോളം യോജിച്ച ആളാണ്, നമ്മൾ കൊടുക്കുന്ന ജോലിക്ക് ആൾ എത്രത്തോളം യോജിച്ചതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ആളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർവ്യൂവിൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ് ഇമ്പോർട്ടന്റ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് എത്ര രീതിയിലുണ്ടെന്ന് പഠിച്ചതുപോലെ ഇന്റർവ്യൂസ് എല്ലാം ഒരുപോലെയല്ല, പല രീതികളിലും ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് നോക്കാം കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിന്റെ ടൈപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഇന്റർവ്യൂ ടൈപ്പും വ്യത്യസ്തമാണ്, അതനുസരിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഫസ്റ്റ് വൺ, patterned or structured interview. Patterned അല്ലെങ്കിൽ structured interview, and it is also known as standardized interview. Standardized interview എന്ന് ഇതിന് പേരുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ സ്ട്രക്ചേർഡ്, പാറ്റേൺഡ്, സ്റ്റാൻഡേർഡൈസ്ഡ് എന്ന് പറയുന്ന വേർഡുകൾ പോലെ തന്നെ ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ which contains a high degree of accuracy and precision. വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ എന്താ പറയാ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ ഫോർമാറ്റ് ഒക്കെ തയ്യാറാക്കി ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു ഫോർമാറ്റ് ഇന്റർവ്യൂവിൽ എന്തൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം എന്തൊക്കെ നോക്കി അതിനുവേണ്ടി നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഫോർമാറ്റ് ഒക്കെ ഉണ്ടാക്കി കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ. അങ്ങനെയുള്ള ഇന്റർവ്യൂവിനെയാണ് നമ്മൾ പാറ്റേൺഡ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന് വിളിക്കാം. അപ്പൊ ഈ ഇന്റർവ്യൂ 3 പേരുണ്ട്, പാറ്റേൺഡ് ഉണ്ട്, സ്ട്രക്ചേർഡ് ഉണ്ട്, സ്റ്റാൻഡേർഡൈസ്ഡ് ഉണ്ട് കേട്ടോ. 3 ഒന്ന് തന്നെയാണ്. ഇതിനകത്ത് ഈ പേര് തന്നെ വരാൻ കാരണം ഇതൊരു പ്രീ പ്ലാൻഡ് ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് അവരൊരു നിലവാരം ആ ഒരു ഇന്റർവ്യൂവിന് വെക്കുന്നുണ്ട്. സോ അതിന്റെ ആ കൃത്യത, ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്താണ് ആ ഇന്റർവ്യൂ തയ്യാറാക്കുന്നത്. മനസ്സിലായോ എന്താണ് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന്? ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ, പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ. ക്ലിയർ ആണോ? മനസ്സിലായെങ്കിൽ പറയണം. ഓക്കെ, വായിച്ചു നോക്കണമെങ്കിൽ ഒന്ന് വെറുതെ വായിച്ചു നോക്കിക്കോ. ഞാൻ പറഞ്ഞു കഴിയുമ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന് പറയാറുണ്ട്. ബിക്കോസ് ദേ ആർ പ്രീ പ്ലാൻഡ് ഇന്റർവ്യൂ. നേരത്തെ കൂടി പ്ലാൻ ചെയ്തതെന്നാണ് ഇതിന്റെ ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി ആൻഡ് പ്രിസിഷൻ. ഭയങ്കര വലിയ എന്താ പറയുക ഒരു ആവശ്യത്തിന് എന്താ പറയാ ദൈർഘ്യമുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും. പർട്ടിക്കുലർ ഓരോ ഇൻഡിവിജ്വൽസിനും ഇത്ര ടൈം വീണ്ടും നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. ആ ഒരു രീതിയിൽ നേരത്തെ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയത് കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത് പാറ്റേൺഡ് ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? അടുത്തത് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ ഇവിടെ ഇത് മറ്റേ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേൺ ഇന്റർവ്യൂ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. ഇതിലൊരു സ്ട്രക്ചർ ഇല്ല, ഇതൊരു പാറ്റേൺ ഇല്ല, നേരത്തെ ഒരു പ്ലാനിംഗ് ഒന്നുമില്ല. ആ പ്ലാൻ ചെയ്ത ഫോർമാറ്റ് ഒന്നും ഇതിനകത്തില്ല. നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ്. ഇവിടെ ഇൻ സച്ച് ഇന്റർവ്യൂ ആപ്ലിക്കന്റ് ഈസ് ആസ്കിംഗ് സം ക്വസ്റ്റ്യൻസ് ഫ്രീലി. ഇങ്ങനെ കുറെ ജനറൽ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളും ചോദിക്കുന്നു, പൊതുവായ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആൻഡ് അതിന്റെ ആൻസേഴ്സ് കാൻഡിഡേറ്റിന് ആദ്യത്തെ ഒരു സ്റ്റൈൽ അനുസരിച്ച് തിരിച്ചു പറയാം അല്ലെ. അപ്പൊ ഇറ്റ് വിൽ ടേക്ക് എ ലെങ്ത് ഓഫ് ടൈം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തെന്ന് പറയാമോ, ഈ ചോദ്യകർത്താവ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും,
എന്താ പറയുക കാൻഡിഡേറ്റ് ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രീ ആയിട്ട് ഉത്തരങ്ങൾ പറയും. ചിലപ്പോഴൊക്കെ ആ ഉത്തരങ്ങളിൽ നിന്ന് തന്നെ വീണ്ടും ചിലപ്പോൾ ചില ചോദ്യങ്ങളിലേക്ക് നയിക്കാം അല്ലെ. അപ്പൊ ഇരിക്കുന്ന ആൾക്ക് കാരണം അവർ പ്ലാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം, പ്രീ പ്ലാൻഡ് അല്ല, അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഇല്ല, നോൺ ഫ്രീ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ അവിടെ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് ആ ആളുകൾക്ക് എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇന്റർവ്യൂ. സോ ഐ എം ആൻസറിങ് ഇറ്റ്, ഞാൻ ആൻസർ ചെയ്യുന്നു. ആ ആൻസറിൽ നിന്ന് ചിലപ്പോൾ ഇറ്റ് മേ ലീഡ് ടു സം അതർ ക്വസ്റ്റ്യൻസ്. ആ ഉത്തരത്തിൽ നിന്ന് ചിലപ്പോൾ വേറെ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ. അപ്പൊ ഇന്റർവ്യൂ അതിന്റെ ബേസ് ചെയ്ത് വീണ്ടും ചോദ്യം ചോദിക്കും. മനസ്സിലായി? പക്ഷെ മുന്ന് പറഞ്ഞ ഇന്റർവ്യൂ ടൈറ്റിൽ അങ്ങനെയില്ല. അവർക്ക് വേണ്ട ചോദ്യങ്ങൾ അവർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് അതിന് മാത്രം ഉത്തരം മേടിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂവിൽ ചോദിക്കും. അപ്പൊ ആ സമയത്ത് എന്ത് പറ്റും, ചില കാൻഡിഡേറ്റ്സിന് കൂടുതൽ സമയം ഇന്റർവ്യൂവിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും, ചിലർക്ക് കുറച്ച് സമയം മതി. അതാണ് ലെങ്ത് ഓഫ് ടൈമിന് യാതൊരു കൺസിഡറേഷനും അവിടെ എന്താ ഇല്ല. കാരണം അവിടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇന്റർവ്യൂവർക്കും ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ ഇന്റർവ്യൂവറുടെ ആൻസറിനനുസരിച്ച് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചോദിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇന്റർവ്യൂവിനെയാണ് നമ്മൾ നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായത്? ഇറ്റ്സ് നോട്ട് പ്രീ പ്ലാൻഡ്, നോൺ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മടുക്കുന്നുള്ളത് ക്ലിയർ ആയോ എന്ന് ചോദിക്കുമ്പോ റെസ്പോൺസ് ഇല്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ മടുക്കുന്നതാണ്. ഈ പോയിന്റുകള് ഒന്നില്ലെങ്കിൽ ഈ പോയിന്റുകൾ തീർന്നാൽ 12 മണിയാണല്ലോ. ഇതിലേത് വിച്ചവർ ഫസ്റ്റ് അപ്പൊ ഞാൻ നിർത്തും. ഓക്കെ, ഈ പോയിന്റ് തീരുന്നവർക്ക് 12 മണിയാണെങ്കിൽ നിർത്തും. അതിൽ കൂടുതൽ ഞാൻ നിർത്തിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡെപ്ത് ഓഫ് ആക്ഷൻ ഇന്റർവ്യൂ. ഡെപ്ത് ഇന്റർവ്യൂ ഇതൊരു സെമി സ്ട്രക്ചർഡ് ഇന്റർവ്യൂ ആണ്. നമ്മളുടെ ആദ്യം പറഞ്ഞ പാറ്റേൺ ഇന്റർവ്യൂവിന്റെ, രണ്ടാമത് പറഞ്ഞ നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂവിന്റെ ഒക്കെ ഒരു ഇടയിൽ വരുന്ന സെമി സ്ട്രക്ചർഡ് ആണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ക്ലിയർ കട്ടായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചില്ല. ചിലതൊക്കെ ചില കാര്യങ്ങളൊക്കെ അതിന്റെ ഒപ്പം തന്നെ കാൻഡിഡേറ്റ്സിന്റെ ഹോം ലൈഫ്, എഡ്യൂക്കേഷൻ, അതിന്റെ പ്രീവിയസ് എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ്, ഇവരുടെ ചില പല അനുഭവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എന്റർടൈനിങ്, അവർക്ക് എന്റർടൈൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിന്റെ ഹോബീസ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൂടി അഡീഷണൽ ആയിട്ട് കളക്ട് ചെയ്യുന്നു. അതാണ് ഡെപ്ത് ഓഫ് ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കും സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്നാണ് വിളിക്കുന്നത്. സെമി സ്ട്രക്ചേർഡ് ഇൻ നേച്ചർ. ഇവിടെ സെമി സ്ട്രക്ചർ ആണ്. ആദ്യം പറഞ്ഞതിനേക്കാളും അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞതിന്റെ ഇടയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് ഡെപ്ത് ഓഫ് ആക്ഷൻ ഇന്റർവ്യൂ. ഇവിടെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, പല ടിപ്പിക്കൽ ആയിട്ട് ചില സബ്ജക്ട്സ് അതിന്റെ ഉൾപ്പെടുത്തുന്ന കാൻഡിഡേറ്റ്സിന്റെ ഹോം ലൈഫ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അവരുടെ എഡ്യൂക്കേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പ്രീവിയസ് ആയിട്ട്, ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ എന്റർടൈനിങ് ഇൻട്രസ്റ്റുകൾ, ഹോബീസ്. ദിസ് ഓൾസോ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂവിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായോ? And the next one is group or discussion interview. Group or discussion interview. The interview, type of interview, groups rather than individuals are interviewed. ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രൂപ്പുകളെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ടെസ്റ്റ് പറഞ്ഞില്ല, സൈക്കോളജിക്കൽ ടെസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്. ഇവിടെ ഗ്രൂപ്പായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഓർഗനൈസേഷനിലെ ഒരു കുറച്ച് ആൾക്കാരെ ഒരു പ്രത്യേക ഇതിലേക്ക് വരും. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് വിളിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഇന്റർവ്യൂ ചെയ്തില്ല. പക്ഷെ എന്ത് ചെയ്തു, എല്ലാവരും ഇപ്പൊ 3-4 പേരുണ്ട്, അല്ലെങ്കിൽ 10 പേര്, ആ ഗ്രൂപ്പിന് മൊത്തത്തിലാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് വിളിക്കുക. ഇവിടെ ഇൻഡിവിജ്വൽസ് ആർ നോട്ട് ഇന്റർവ്യൂഡ്, റാദർ പിന്നെ ആരാണ്, ഗ്രൂപ്പിനെയാണ് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത്. ഒരു ഗ്രൂപ്പിനെ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആള്, എന്റെ മുമ്പിൽ ഒരു 10 പേര് അവരെ ഇന്റർവ്യൂ ചെയ്തു, മനസ്സിലായ? അതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് വിളിക്കുക. കാരണം ഇന്റർവ്യൂ പറയാനുള്ളത് തൊട്ടടുത്ത് തമ്മിൽ ക്ലാഷ് ആകരുത്. അടുത്തത് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. അപ്പൊ എന്താ പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ? അപ്പൊ നേരെ തിരിച്ചാണ്. എന്തായിരിക്കും,
ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് ഒരാള് തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. എനിക്ക് മുന്നിൽ കുറെ ഇന്റർവ്യൂമാര് ഉണ്ട്. എന്റെ ഓരോരോ രീതിയിലും മേഖലകളിലൊക്കെ. അപ്പൊ ഹോസ്പിറ്റൽസിൽ അത് കുറച്ച് കൂടുതലായിരിക്കും. സി ഇപ്പൊ ഏതെങ്കിലും ഹോസ്പിറ്റൽസിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റില് എന്തെങ്കിലും ഒരു ആളെ വേണം, വേക്കൻസീസ് വേണം. അപ്പൊ ആള് ഒരു കാൻഡിഡേറ്റ് വന്നിരിക്കുമ്പോ അവർ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇന്റർവ്യൂ പാനലില് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിലെ ഒരു ഡോക്ടർ, പിന്നെ അതിനകത്ത് എന്താ പറയുക നമ്മുടെ HR മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഇല്ലേ ഹോസ്പിറ്റൽസിന്റെ, അത് പിന്നെ മാനേജിംഗ് ഡയറക്ടർ, അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരാളെ ഇന്റർവ്യൂ ചെയ്യും. അതിനെയാണ് നമ്മള് പാനൽ ഇന്റർവ്യൂയിലേക്ക് ഇന്റർവ്യൂ എന്ന് വിളിക്കാം. Candidate is interviewed by a number of interviewers. കൂടുതൽ ഇന്റർവ്യൂവർമാർ ഇരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന രീതി, അതാണ് പാനൽ ഓർ ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ഒരു കാൻഡിഡേറ്റ്. മറ്റേ തൊട്ട് മുകളിൽ ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻ ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂവർ ഒരുപാട് കാൻഡിഡേറ്റ്സ്. ക്ലിയർ? മനസ്സിലായോ? ക്ലാഷ് ആക്കരുത്. മനസ്സിലായോ? Yes, and the last one. അപ്പൊ നമ്മളുടെ ഇന്റർവ്യൂവിൽ ഏറ്റവും അവസാനത്തേത് ഇന്റർവ്യൂ സ്ട്രെസ് ഇന്റർവ്യൂ അടുത്തതാണ്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്റർവ്യൂ ഒരു പ്രത്യേക രീതിയിൽ അത് എടുക്കുക എന്ന് വെച്ചാൽ ഒരു അൺഫ്രണ്ട്ലി മാനറിലായിരിക്കും എന്ത് ചെയ്യാൻ ആപ്ലിക്കന്റിനോട് അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന കാൻഡിഡേറ്റിനോട് ബിഹേവ് ചെയ്യാം. യാതൊരു തരത്തിലുള്ള ഒരു മാനസിക പരിഗണന ഒന്നും ചിലപ്പോൾ തന്നിന്ന് വരില്ല. എന്ന് വെച്ചാൽ ഒരു മാനറിൽ, ഒരു അൺഫ്രണ്ട്ലി മാനറിൽ ഒരു ഇന്റർവ്യൂ നടത്തുന്നു. എന്ന് വെച്ചാൽ എന്താ പറയാ, മനഃപൂർവ്വം തന്നെ ഡെലിബറേറ്റ് ചെയ്യുക, വാക്കുകൾ ഉപയോഗിക്കുക. മനഃപൂർവ്വം ഇന്റർവ്യൂ the candidates, to annoy the candidates, to frustrate the candidates. കാൻഡിഡേറ്റിനെ ദേഷ്യം പിടിപ്പിക്കുന്ന, ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന രീതിയിലുള്ള ആളെ എന്താ പറയാ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതെന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് സംശയം വരും. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to find out whether the candidate how they behave in particular situations. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം ഇവിടെ ജോലി ചെയ്ത് ഒരുമിച്ച് പല പല വീടുകളിൽ നിന്ന്, പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന്, പലതരം ഇമോഷൻസ് ഈ ചാപ്റ്ററിൽ തുടർന്ന് പറഞ്ഞതുപോലെ ഡിഫറെന്റ് ഡൈനാമിക് നേച്ചറുള്ള വ്യത്യസ്തങ്ങളായ സ്വഭാവ രീതിയിലുള്ള ഒരുപാട് പേര് ഒരു പ്രൂഫിന്റെ കീഴിൽ വന്ന് ജോലി ചെയ്യാണ്. അപ്പൊ അവരുടെ ഐഡിയാസ് തമ്മിൽ എന്താ പറയാ പൊരുത്തക്കേടുകൾ, അതെ ആശയമില്ല, അതെ ഐഡിയാസ് തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാം, ഫീലിങ്സ് തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാം, എന്റേതായ രീതി ആവില്ല വേറെ ആൾക്ക്. സോ നമ്മളുടെ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് പരിഗണിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്ന രീതി പല രീതിയിലായിരിക്കും. ചിലർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, എന്താ പറയാ ദേഷ്യം വരും, ചിലപ്പോ ദേഷ്യത്തിന്റെ ഒപ്പം തന്നെ ചിലപ്പോ ശാരീരികമായ അറ്റാക്ക് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാകും. അപ്പൊ അതിന് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇവരെങ്ങനെ പെരുമാറും എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇന്റർവ്യൂസ് ചില ബിസിനസ് ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യുന്നത്. സ്ട്രെസ് ഇന്റർവ്യൂ ആണ്. ടു ഫൈൻഡ് ഔട്ട് ദ കാൻഡിഡേറ്റ്സ് ഹൗ ദേ ബിഹേവ് ഇൻ സ്ട്രെസ് സിറ്റുവേഷൻ, വെദർ ഹി ലോസസ് ഹിസ് ടെമ്പർ, അവർ എന്താ പറയാ ടെമ്പർ നഷ്ടപ്പെടേണ്ടത്, ആ എന്താ പറയാ നെല്ലിപ്പലക തകർന്നിരിക്കുകയാണെന്നൊക്കെ പറയില്ലേ, ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നിരിക്കുകയാണെന്നൊക്കെ ചില ആൾക്കാർ പറയും. അങ്ങനെ നെല്ലിപ്പലക തകർന്നവരാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് പേടി വരുന്നവരാണോ, കൺഫ്യൂഷൻ വരുന്നവരാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നത്, ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഏതില്? സ്ട്രെസ് ഇന്റർവ്യൂവില്. ക്ലിയർ ആയോ? ഇങ്ങനത്തെ ഇന്റർവ്യൂസും കൊടുത്തിട്ട് ഏത് രീതിയിലുള്ളതാണെന്ന് ഓർഗനൈസേഷൻ തീരുമാനിക്കും. ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്താണ് അവരുടെ സെലക്ഷൻസ് നടത്തേണ്ടതെന്ന്. അത് ഇറ്റ് ഈസ് അപ്പോൺ ദ ഡിസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, മനസ്സിലായോ? സ്ട്രെസ് ഇന്റർവ്യൂ. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്. അപ്പൊ നമ്മൾ പഠിച്ചത് ഇന്റർവ്യൂവിന്റെ ടൈപ്സ് ആണ്. ഇതൊക്കെയായിരുന്നു പാറ്റേൺ ഓർ സ്ട്രക്ചർഡ് ഇന്റർവ്യൂ, നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ, depth or action interview, then group or discussion interview, panel or board interview, and the last one stress interview. Up in three types of interview, the interviews that types of psychological test in the types of important. Okay. ഒന്നില്ലെങ്കിൽ ഈ പോയിന്റുകൾ തീരണം, അതല്ലെങ്കിൽ
സമയം 12 സോ ഞാൻ വലിക്കാണ് നമ്മൾ 54 ആയിട്ടുള്ളൂ എങ്കിലും നമ്മൾ ഇതാണ് ഇന്ന് പഠിച്ചതൊക്കെ കിട്ടിയോ എല്ലാവർക്കും വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അത്രയും ഇത്രയും സമയം കുറച്ച് കൂടുതൽ ടീച്ചറിന്റെ കൂടി കിട്ടിയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും പറ്റി അതുപോലെ തന്നെ ഓക്കെ ഒന്ന് ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയാലും കിട്ടുന്നതാണ് ഇന്ന് പഠിച്ചതൊക്കെ ഓക്കെ സോ നമുക്ക് പോകാം താങ്ക് യു ഫോർ ബീങ് 1.5 hours കേട്ടോ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ശ്രമിച്ചിരുന്നതിന് താങ്ക് യു